ബുദ്ധിമാനായ കുരങ്ങൻ. കുറെ കാലങ്ങൾക്ക് മുൻപുള്ള കഥയാണിത്. ഒരു കാട്ടിൽ ഗോലു എന്നും ബോലു എന്നു പേരുള്ള രണ്ട് കുരങ്ങന്മാർ ജീവിച്ചിരുന്നു. അവർക്ക് രണ്ടുപേർക്കും സ്വയം വലിയ ബുദ്ധിമാന്മാരാണ് എന്ന ധാരണയായിരുന്നു. അവരവരുടെ ബുദ്ധിയെക്കുറിച്ച് രണ്ടുപേർക്കും അഹങ്കാരമായിരുന്നു. ഒരു ദിവസം രണ്ടുപേരും കൂടി എവിടെയോ പോവുകയായിരുന്നു. വഴിയിൽ അവർ ഒരു കിണർ കണ്ടു. രണ്ടുപേരും കിണറ്റിനുള്ളിലേക്ക് ഒളിച്ചു നോക്കി. നോക്കാം സുഹൃത്തെ, കിണറ്റിനുള്ളിൽ ഒരു മുതല കിടക്കുന്നു. പാവം, കിണറ്റിനുള്ളിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കുന്നത്. അവനെ രക്ഷിച്ചാൽ നല്ലതായിരുന്നു. അയ്യോ, ഒരു നിർദോഷിയായ ജീവി വെള്ളത്തിൽ കിടക്കുന്നു. ഞാൻ അവനെ പെട്ടെന്ന് തന്നെ രക്ഷിക്കട്ടെ. പക്ഷേ സുഹൃത്തെ, ഇവൻ കിണറ്റിൽ എങ്ങനെ വീണു അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, പാവം അറിയാതെ കിണറ്റിലേക്ക് വീണതായിരിക്കും. ഇവനെ രക്ഷിക്കാനുള്ള ഒരു മാർഗം എന്തെങ്കിലും കണ്ടുപിടിക്കണം. അങ്ങനെ ഗോലുവും ബോലുവും മുതലയെ രക്ഷിക്കുവാനുള്ള വഴികൾ ആലോചിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഗോലുവിന്റെ മനസ്സിൽ ഒരു ഉപായം തോന്നി. എന്തുകൊണ്ട് ഒരു വലിയ മരകഷ്ണം കിണറ്റിലേക്ക് ഇട്ടുകൂടാ? മുതലയ്ക്ക് അതിന്റെ സഹായത്തോടെ പുറത്തേക്കിറങ്ങാമല്ലോ. ആ സുഹൃത്തെ, എനിക്കൊരു ഉപായം കിട്ടി. ഞാൻ അവിടെ കിടക്കുന്ന ഒരു മരകഷ്ണം എടുത്ത് കിണറ്റിലിടാം. നിന്റെ ഉപായം വെറും പാഴാണ്. ആ മരക്കഷ്ണം ഉപയോഗിച്ച് ആ പാവം ജീവിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷേ സുഹൃത്തെ, നിന്റെ വിചാരം നിനക്ക് എന്നേക്കാൾ ബുദ്ധിയുണ്ടെന്നാണോ? നോക്കിക്കോ, ഞാൻ ആ മരക്കഷ്ണം കിണറ്റിലിട്ട ഉടനെ മുതല പുറത്തേക്ക് വരും. രണ്ടുപേരും അങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആന എത്തുന്നു. ആന ഗോലുവിനോടും ബോലുവിനോടുമായി പറയുന്നു, നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുകയാണ്? ഞാൻ ഈ മുതലയെ കിണറ്റിൽ നിന്നും രക്ഷിക്കാനുള്ള ഉപായങ്ങൾ ആലോചിക്കുകയായിരുന്നു. മുതല കിണറ്റിൽ വീണതല്ല, മറിച്ച് മുതലയെ കിണറ്റിലേക്ക് ഇട്ടതാണ്. അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാമുള്ള ശിക്ഷയായിട്ടാണ് കിണറ്റിലേക്ക് ഇട്ടിരിക്കുന്നത്. അവൻ കാട്ടിൽ വളരെയധികം ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ കിണറ്റിലിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ശിക്ഷയോട് ഞാൻ യോജിക്കുന്നില്ല. തെറ്റുകൾ ചെയ്യുന്നവരെ ആരെങ്കിലും കിണറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടാണോ ശിക്ഷിക്കുന്നത്? ഞാൻ മുതലയെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് മരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. സഹജീവികളെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ്. മുതലയെ കൊല്ലാനായല്ല കിണറ്റിലേക്ക് ഇട്ടിരിക്കുന്നത്. അതവന്റെ തെറ്റുകൾക്കുള്ള ഒരു ശിക്ഷ മാത്രമാണ്. ഗോലുവും ബോലുവും ആനയുടെ സംസാരം എല്ലാം കേട്ടു. പക്ഷേ അവർ സ്വന്തം ബുദ്ധി ശക്തി തെളിയിക്കുവാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടു. മുതലയെ കിണറ്റിൽ ഇട്ട് ശിക്ഷിച്ചതിനോട് അവർ തീരെ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം നിങ്ങളുടെ ഇഷ്ടം, എനിക്കൊന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആന അവിടെ നിന്നും പോകുവാൻ തുടങ്ങി. എന്തായാലും നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഗോലു കിണറ്റിലേക്ക് മരകഷ്ണം ഇട്ടുകൊടുത്തു. പക്ഷേ അതിൽ കൂടെ മുതലയ്ക്ക് പുറത്തേക്ക് വരുവാൻ സാധിച്ചില്ല. അതെ, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അവന് മരക്കഷ്ണം ഉപയോഗിച്ച് പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കയർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കെട്ടി ഞാൻ മുതലയെ പുറത്തിറക്കും. ബോലു കിണറ്റിലേക്ക് ഇറങ്ങുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ആട് വന്നു. ആട് ബോലുവിനോടും ഗോലുവിനോടുമായി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മുതലയെ രക്ഷിക്കുവാൻ നോക്കുന്നത്? അവൻ എന്റെ കുഞ്ഞുങ്ങളെ തിന്നവനാണ്. കാട്ടിലാകെ അവൻ ഭീതി പടർത്തിയിരുന്നു. അതുകൊണ്ടാണ് അവന്റെ കിണറ്റിലേക്കിട്ട് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവനെ രക്ഷിച്ചാൽ വീണ്ടും ഇവൻ കാട്ടിൽ ഉപദ്രവങ്ങൾ ചെയ്തു നടക്കും. ഞാൻ ബുദ്ധിമാനാണ്. എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ ആരും വരണ്ട. കിണറ്റിലേക്ക് എറിഞ്ഞ് ആർക്കും ശിക്ഷ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അതെ, നീ നിന്റെ പണി നോക്കിക്കോ. ആട് വിഷമത്തോടെ അവിടെ നിന്നും തിരികെ പോയി. പക്ഷേ അല്പസമയത്തിന് ശേഷം വീണ്ടും തിരികെ വന്ന് ആട് ബോലുവിനോടും ഗോലുവിനോടും മുതലയെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിനെ പറ്റി ഒന്നുകൂടി ആലോചിക്കുവാൻ ആവശ്യപ്പെടുന്നു. നോക്കൂ, മുതലയെ രക്ഷിക്കുവാൻ ശ്രമിക്കണ്ട. അവന് കിട്ടിയിരിക്കുന്ന ശിക്ഷ മുഴുവൻ അവൻ അനുഭവിക്കട്ടെ. ഇവൻ ഇത് വലിയ ശല്യമാണല്ലോ. ഇവനെ ഇപ്പൊ തന്നെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. ഗോലു ആടിന്റെ അടുത്തേക്ക് ചെന്ന് ആടിന്റെ മുഖത്ത് ഉറക്കെ അടിച്ചു.
കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് കയറിന്റെ ഒരറ്റം മുതലയുടെ ശരീരത്തിൽ കെട്ടി. പുറത്തേക്ക് വന്ന ഗോലു കയറിന്റെ മറ്റേ അറ്റം പിടിച്ചു വലിക്കുവാൻ തുടങ്ങി. കുറച്ച് ശക്തിയായി കയറ് വലിക്കൂ. ഞാൻ ശക്തിയായി വലിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ശക്തിയായി കയറ് വലിച്ചു. അങ്ങനെ അവർ മുതലയെ പുറത്തേക്ക് എത്തിച്ചു. മുതലയെ പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. പക്ഷേ അടുത്ത നിമിഷം മുതൽ അവർ രണ്ടുപേരും ആരാണ് മുതലയെ രക്ഷിച്ചത് എന്നുള്ള തർക്കം തുടങ്ങി. സുഹൃത്തേ, ഞാൻ മരക്കഷ്ണം കിണറ്റിനുള്ളിലേക്ക് ഇട്ടത് കൊണ്ടാണ് മുതലയെ രക്ഷിക്കാൻ പറ്റിയത്. ഞാൻ കയറ് കിട്ടിയത് കൊണ്ടാണ് മുതല പുറത്തേക്ക് വന്നത്. ഇങ്ങനെ രണ്ടുപേരും കൂടെ തർക്കം തുടർന്നുകൊണ്ടേയിരുന്നു. രണ്ടാളും താനാണ് മുതലയെ രക്ഷിക്കുവാൻ കാരണമായതെന്ന് വാദിച്ചു കൊണ്ടിരുന്നു. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തക്കം പാർത്തു നിന്ന മുതല അവരെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മുതല ഗോലുവിന്റെ അടുത്തു വന്ന് അവനെ വിഴുങ്ങി. ഇത് കണ്ട ബോലു അവിടെ നിന്നും ഓടുവാൻ തുടങ്ങി. ഞാൻ ഇവന്റെ ജീവൻ രക്ഷിച്ചതല്ലേ, എന്നിട്ട് ഇവൻ ഞങ്ങളെ തന്നെ ആക്രമിക്കാൻ വരുന്നോ? എനിക്ക് തോന്നുന്നത് കിണറ്റിൽ വീണപ്പോൾ അവന്റെ ബുദ്ധിക്ക് കുഴപ്പം പറ്റിയെന്നാണ്. ബോലു കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഒരു പേരമരം കണ്ടു. അവൻ മരത്തിന്റെ മുകളിലേക്ക് കയറി. മുതല ആ മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു. ഈ മുതല ഇവിടെ തന്നെ കുത്തിയിരിക്കുകയാണല്ലോ, ഇവൻ അനങ്ങുന്നില്ലല്ലോ. ബോലു മരത്തിലുള്ള പേരക്കകൾ പൊട്ടിച്ചു കഴിച്ച് അവിടെ തന്നെ ഇരിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് നല്ല മധുരമുള്ള പേരക്ക കഴിക്കുകയാണ്. ഈ വെട്ടി മുതൽ വിശപ്പും ദാഹവും സഹിച്ച അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ പോയാൽ ഒരു ദിവസം ഇവന്റെ കാറ്റ് പോകും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. എനിക്ക് തോന്നുന്നത് അവൻ മരിച്ചുപോയി എന്നാണ്. അവന്റെ ശരീരത്ത് ജീവനില്ല എന്ന് തോന്നുന്നു. എന്നാലും സംശയം മാറ്റാനൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഗോലു അവിടെ നിന്നും ഒരു പേരക്ക പറിച്ച് മുതലയുടെ പുറത്തേക്ക് എറിഞ്ഞു. പക്ഷേ മുതല അനങ്ങിയില്ല. പിന്നീട് ഗോലു മരത്തിന്റെ ഒരു ചില്ല പൊട്ടിച്ച് മുതലയുടെ പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ടും മുതല അനങ്ങിയില്ല. ഇവന്റെ കഥ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ആർക്കെങ്കിലും ഇത്രയും ദിവസങ്ങൾ വിശന്നും ദാഹിച്ചും ജീവിച്ചിരിക്കുവാൻ പറ്റുമോ? ഒരു പ്രാവശ്യം കൂടെ നോക്കണം, ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്ന്. പക്ഷേ അതിനെന്താണൊരു ഉപായം? അപ്പോൾ ആ മരത്തിന്റെ മുകളിൽ ഒരു കാക്ക വന്നിരുന്നു. ഏയ് പശുരാജ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ഞാൻ നിനക്ക് എന്ത് സഹായം ചെയ്തു തരുവാനാണ്? താഴെ ഒരു മുതല ഇരിക്കുന്നുണ്ട്. അവന് ജീവനുണ്ടോ അതോ മരിച്ചുപോയോ എന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ട് നീ അവന്റെ മുതുകിൽ കയറിയിരുന്ന് നിന്റെ കൊക്ക് കൊണ്ട് കൊത്തി നോക്കണം. ശരി. കാക്ക ബോലു പറഞ്ഞത് പ്രകാരം മുതലയുടെ പുറത്ത് കയറിയിരുന്നു. എന്നിട്ട് മുതലയുടെ ശരീരത്തിൽ തന്റെ കൊക്ക് കൊണ്ട് കൊത്തി നോക്കി. അയ്യോ, ഇത്രയും ഉറക്കെ കുത്തിയിട്ടും മുതല അനങ്ങുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം മുതലയുടെ ജീവൻ പോയി എന്ന് തന്നെയാണ്. കാക്ക ഈ കാര്യം ബോലുവിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പറന്നുപോയി. എന്നെ കൊല്ലാൻ വന്നതായിരുന്നു, സ്വയം മരിച്ചുപോയി. എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ബോലു മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തന്റെ പുറകിൽ മുതല ഇഴഞ്ഞു വരുന്നതായി കണ്ടു. അയ്യോ, ഇവന് ജീവൻ തിരികെ കിട്ടിയോ? അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. കുറച്ചു ദൂരം പുറകെ ഓടിയ ശേഷം മുതല ബോലുവിനെ തന്റെ വായ്ക്കുള്ളിലാക്കി. അയ്യോ, ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചതാണ്, എന്നെ വെറുതെ വിടൂ. അങ്ങനെ മുതല ബോലുവിനെ വിഴുങ്ങിയിട്ട് അവിടെ നിന്നും സ്ഥലം വിട്ടു. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്തെന്നാൽ നാം എല്ലായിടത്തും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടതില്ല എന്നാണ്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ പറയുന്നതും നാം അനുസരിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.